നമ്മൾ സാധാരണ പറയുന്ന ഒരു ഉദാഹരണമാണ് മാരേജ് ആൻഡ് കോഹാബിറ്റേഷൻ, അല്ലെ? കല്യാണം കഴിക്കുക, അതുവഴി കുടുംബം ഉണ്ടാക്കുക. ഇതാണ് പൊതുവെ ശീലിച്ചു പോന്നിരുന്ന ഒരു കാര്യം. നമ്മൾ ലിബറൽ യുക്തിയിൽ ആലോചിച്ചു. 1960കളിൽ യൂറോപ്പിൽ സെക്ഷൽ റവല്യൂഷൻ നടന്നു. ആ സെക്ഷൽ റവല്യൂഷന്റെ ഭാഗമായിക്കൊണ്ട് അവരെന്ത് ചെയ്തു? അവർ ഇത്തരത്തിലുള്ള കുറെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നു. അവർ പറയുന്നത് വെച്ചാൽ, രണ്ടാളുകൾ അവർ പരസ്പര സമ്മതത്തോടു കൂടി അവരുടെ ഇഷ്ടത്തോടു കൂടി ജീവിക്കട്ടെ. അതിൽ മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതിൽ നമ്മൾ ഇടപെടേണ്ടതില്ല. ഇത് ഞാൻ ഈ പറയുമ്പോൾ ലിബറലുകൾ ഇവിടുന്നോ പറയുന്നു എന്നല്ല നമ്മൾ ചിന്തിക്കണം. നമ്മൾ പലപ്പോഴും ഇത് കാര്യം പറയാറുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. അത് ഹറാമാകുന്നു എന്ന് പറയുമ്പോൾ അതിനെ കൊണ്ടെന്താ പ്രശ്നം, അതുകൊണ്ട് ഇപ്പൊ ആയിരിക്കാം ഉപദ്രവം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് അതിന്റെ കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോ അന്ന് ആളുകൾ ചിന്തിച്ചതാ എന്താ, രണ്ടാളുകൾ അവരുടെ പരസ്പര സമ്മതത്തോടു കൂടി അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നു. അവർക്ക് ഇഷ്ടമില്ലാതാകുമ്പോൾ അവർ പിരിഞ്ഞു പോകുന്നു. ഇതാണ് കോഹാബിറ്റേഷൻ അല്ലെങ്കിൽ ലിവിങ് ടുഗദർ. അന്ന് ചിന്തിക്കുമ്പോൾ മനുഷ്യന്മാർ ചിന്തിച്ചു, ഇതുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? കല്യാണം പോലെ തന്നെയല്ലേ, കല്യാണത്തിന് വേറെ കുറെ അടങ്ങാറുണ്ട്. ഇത് അതൊന്നുമില്ല, രണ്ടാളുകൾ ഇഷ്ടപ്പെടുന്നു, ജീവിക്കുന്നു, പിരിയുന്നു, അതുകൊണ്ട് ഒരു കുഴപ്പമില്ലല്ലോ, അതുകൊണ്ട് ഒരു പ്രശ്നമില്ലല്ലോ. അവിടെയാണ് നമ്മൾ പറയുന്നത്, അത് ആ സമയത്ത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ആർക്കും ഒരു ഉപദ്രവം ഇല്ല, അങ്ങനെ മുന്നോട്ട് പോയി. അത് 1960കളും 70കളും 80കളും കഴിഞ്ഞ് 2000, 2010, 2020 ആയപ്പോ യൂറോപ്പിൽ നിന്ന് കുറെ സ്റ്റഡീസ് വരാൻ തുടങ്ങി. എന്താ സ്റ്റഡീസ്? ഈ ലിവിങ് ടുഗദർ ബന്ധങ്ങളിലുള്ള സ്ത്രീകൾ അവർ കൂടുതലായും ശാരീരികമായി പീഡിപ്പിക്കപ്പെടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ സാധാരണ കേൾക്കുന്ന എന്താ? ഗാർഹിക പീഡനം. വിവാഹത്തിൽ എന്ത് ചെയ്യുന്നു? പുരുഷൻ സ്ത്രീയെ പീഡിപ്പിക്കുന്നു എന്നാണ് നമ്മൾ കേൾക്കാറുള്ളത്. പക്ഷേ ഇത് നേരെ തിരിച്ച്, എന്താ, ലിവിങ് ടുഗദറിലാണ് ഗാർഹിക പീഡനം കൂടുതൽ എന്നുള്ള കണക്കുകൾ വരാൻ തുടങ്ങുകയാണ്. എന്തേ കാരണം? വിവാഹമാകുമ്പോൾ അവിടെ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള കരാറാണ്, ഒരു സൊസൈറ്റിയുടെ ഒരു പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ട്. ആ പ്രൊട്ടക്ഷനെയും അതിജീവിച്ചുകൊണ്ട് ചില പുരുഷന്മാർ ഉപദ്രവിക്കുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഗാർഹിക പീഡനമുണ്ട്. പക്ഷേ അതൊക്കെ അതിജയിച്ചുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ രണ്ട് ഇൻഡിവിജ്വൽസ് മാത്രമേ ഉള്ളത്, രണ്ട് വ്യക്തികൾ മാത്രമാ ഉള്ളത്. അവിടെ ശാരീരിക ക്ഷമത കൂടുതലുള്ള പുരുഷൻ ഒരു നിയന്ത്രണവും ഇല്ലാതെ സ്ത്രീയെ എന്ത് ചെയ്യുന്നു? ഉപദ്രവിക്കുന്നു. അങ്ങനെ സ്ത്രീകൾ കൂടുതലായി ഉപദ്രവിക്കപ്പെടുന്നു ലിവിങ് ടുഗദർ ബന്ധങ്ങളിൽ. നമ്മളുടെ വളരെ ചെറിയ ബുദ്ധി വെച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റിയില്ല. അതേപോലെ തന്നെ കണക്കുകൾ പുറത്തു വരുന്നു, പഠനങ്ങൾ പുറത്തു വരുന്നു. ലിവിങ് ടുഗദർ ബന്ധങ്ങളിലുള്ള സ്ത്രീകൾ കൂടുതൽ ഡിപ്രസ്ഡ് ആണ്, കൂടുതൽ മാനസികമായ പ്രയാസങ്ങളിലും ആൻസൈറ്റിയിലുമാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കുട്ടികൾ, ഈ ലിവിങ് ടുഗദർ ബന്ധങ്ങളിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആന്റി സോഷ്യൽ ആകുന്നു, സാമൂഹിക വിരുദ്ധരാകുന്നു. കൃത്യമായ ഒരു പാരന്റിങ്ങും മറ്റു കാര്യങ്ങളും കിട്ടാത്തത് കൊണ്ട് സാമൂഹ്യ വിരുദ്ധരാകുന്നു. ഇങ്ങനെ നോക്കിയാൽ